എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ പാരിപ്പള്ളിയിലേക്ക് പോകാനായിട്ട് പോവാം. പാരിപ്പള്ളി നല്ല വിശപ്പുണ്ട്, ഉച്ചയായി. അപ്പോൾ ഒരു പകുതി വഴി എന്ന് പറയാം. സ്ഥലമെന്ന് പറയുന്നത് പരുത്തിയറ എന്ന് പറയുന്ന സ്ഥലം. പരുത്തിയറ കൊട്ടാരക്കരയിൽ നിന്ന് ഓയൂരോട്ട് വരുന്ന റോഡ്. കൊട്ടാരക്കരയിൽ നിന്ന് ഓയൂരോട്ട് വരുന്ന വഴി. കടയുടെ പേര് കടൽ തെക്കിനി എന്ന് പറഞ്ഞൊരു കട. ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ചോദിക്കാം. കടയുടെ പേരുണ്ടോ? കടയുടെ പേരെന്താണ്? കടൽ തെക്കിനി. ഇതാണ് ഹോട്ടൽ. അത്യാവശ്യം നല്ല വിശാലമായ സ്പേസുള്ള ഏരിയ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ നേരത്തെ എത്തി. അപ്പോൾ എത്രയായി സമയം? 12 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെത്തി. കടയ്ക്ക് ഉള്ളിൽ നോക്കുമ്പോഴേ ഇവിടെ ഇരിപ്പുണ്ട് ഗ്രാമഫോൺ, പഴയ ഗ്രാമഫോൺ. ഇന്നുള്ള പുതിയ തലമുറയ്ക്കൊക്കെ അറിയാമോ എന്നറിയില്ല. പണ്ടുള്ള നമ്മുടെ പാട്ടുപെട്ടി എന്ന് പറയുന്ന സംഭവം അതാണ്. ഇതാണ് ഗ്രാമഫോൺ. എന്തൊക്കെ സ്പെഷ്യലാണ് നമുക്ക് നമ്മുടെ ഇവിടെ ഊണുണ്ട്, നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്, പഴങ്കഞ്ഞിയുണ്ട്, കപ്പ. നാട്ടുകൂട്ടം. നാട്ടുകൂട്ടം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്? അതിനകത്ത് ഒരു അയല ഫ്രൈ, പിന്നെ ഒരു എഗ് ഫ്രൈ, പിന്നെ കൊണ്ടാട്ടം, പിന്നെ ചീനി, പിന്നെ മീൻസ് വെച്ചിട്ട് ചട്ടിക്കത്ത്. ഓക്കെ. ആ, അപ്പോൾ അതെടുക്കാം അല്ലേ? അതിൽ 2 എടുക്കാം. ഓക്കെ. ഹോട്ടലിലേക്ക് ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട പഴയകാല ക്ലോക്ക്, പഴയ റാന്തലിൻ്റെയൊക്കെ ഒരു മോഡൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഉണ്ടോ? ഓർഡർ ചെയ്തേക്കുന്നതിന് സാധനത്തിന് പേര് നാട്ടുകൂട്ടം. അറിയാൻ വയ്യ, അതോടാം. നാട്ടുകൂട്ടം കഴിക്കാനിരിക്കുക ഞങ്ങൾ. മക്കൾ അറിഞ്ഞിട്ടില്ല. അവരെയും കൊണ്ട് ഒരു ദിവസം വരണം. അപ്പോൾ തൽക്കാലം ഞങ്ങൾ വേറൊരു ആവശ്യമായിട്ട് ഞങ്ങൾ പാരിപ്പള്ളിയിലേക്ക് വന്നതാണ്. അപ്പോൾ ഉച്ചയായി. ഇനിയിപ്പോൾ എന്തായാലും അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് കഴിച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാട്ടുകൂട്ടം കഴിക്കാൻ നിൽക്കുക. എന്തൊക്കെ കുറേ ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. നാട്ടുകൂട്ടം എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരു ഫുഡിനെ കുറിച്ച് നമുക്കറിയില്ല. എന്തായാലും ഇത് കൊണ്ടുവരട്ടെ, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ സാധനം എത്തി. നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്. പപ്പടമുണ്ട്, നാട്ടുകൂട്ടം എത്തി. എന്തൊക്കെ സംഭവങ്ങളല്ല? പുളിമുളക്, ഓക്കെ. ഇത് പച്ചടി, ഇത് മുളക് കൊണ്ടാട്ടം, ചീനി, അയല വറുത്തത്, മുട്ട, സലാഡ്, ചമ്മന്തി, കോവയ്ക്ക മെഴുക്കുപുരട്ടി. ഇതെനിക്ക് തോന്നുന്നു ഇതെന്തൊരു ചമ്മന്തിയാണ്. ചെമ്മീൻ ചമ്മന്തി. ഇത് സാധാ ചമ്മന്തി. ഇത് ബീട്രൂട്ട് തോരന്. പിന്നെ ഇത് കൊഴുവ കറിയാണോ? ചമ്മന്തി സൂപ്പർ കേട്ടോ. ഈ ചമ്മന്തി എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കട്ടെ. അത് കൊള്ളാം. പിന്നെ പച്ചമുളക്, 2 പപ്പടം. സംഭവം എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ചട്ടിച്ചോറിൻ്റെ ഒരു വേർഷൻ എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ അഡീഷണൽ എന്ന് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതണ്ട. ഇനിയിപ്പോൾ ഞങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടെ, സംഭവം കണ്ടോ നോക്കട്ടെ. ശരിക്കും ചട്ടിച്ചോറ്, അതിനെനിക്ക് തോന്നുന്നൊരു പക്ഷേ നാട്ടുകൂട്ടം എന്ന പേരൊക്കെ വെച്ചാൽ തോന്നുന്നു. കറക്റ്റൊരു ചട്ടിച്ചോറ് എന്ന് തന്നെ പറയാം അല്ലേ? അത് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇതേ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. കണ്ടോ, അംഗം തുടങ്ങി. ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല വറുത്ത നല്ല ഒന്നാന്തരായാലും കറിവേപ്പിലയൊക്കെ അങ്ങ് മാറ്റി വെക്കും. കറിവേപ്പിലയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരല്പം കപ്പ വേവിച്ചത്, അതിൻ്റെ കൂടെ ഇച്ചിരി ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി, അല്പം തോരന്, വെഴുക്കോട്ടി തോരന് ഇവിടെ ചേർത്തൊന്ന് കഴിച്ചു.
മക്കൾ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് അറിയാം ചെമ്മീൻ ചമ്മന്തി. ചെമ്മീൻ ചമ്മന്തി ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ മീനെന്ന് പറഞ്ഞത് മൈദ. ഇങ്ങോട്ട് കാണിച്ചു. പിന്നെ മീനെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്, തവ ഫ്രൈയാണ്, അല്ലാതെ എണ്ണയ്ക്കകത്ത് അങ്ങ് ഫുൾ എണ്ണയ്ക്കകത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയതല്ല. ഇത് കറക്റ്റ് തവ ഫ്രൈയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കാൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിമുളകും, നമ്മൾ പുളിയും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചെടുത്ത ഒരു ചട്നി. ഇതിനടിയിൽ ഇനിയുണ്ടല്ലോ സംഭവം, ഇതിനടിയിലേക്ക് ഇതേ മീൻകറി. മീൻകറിയുണ്ട്. എല്ലാം പല സ്ഥലത്തു നിന്ന് ഞങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക, അതിനകത്ത് ഒരു കറിയും അല്ലെങ്കിൽ ഒരു കൂട്ടാനും പോലും നമുക്ക് കുറ്റം പറയാനായിട്ടില്ല. എല്ലാം നല്ല രുചിയോട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഇത് പച്ച മോരല്ല കേട്ടോ, തൈര. ഇത് കട്ടി തൈര. അയ്യോ ഒടുക്കത്തെ പുളി, മുടിഞ്ഞ പുളിയാണ്. കുഴപ്പമില്ല. അതുപോലെ തന്നെ ഞങ്ങളീ കാണിച്ച ഐറ്റംസ് എല്ലാ കൂട്ടാനും കറികളും നല്ല രുചിയും നല്ല ടേസ്റ്റുണ്ട്. ഇതൊന്നും ഒരെണ്ണം പോലും ഒന്നും കുറ്റം പറയാനില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും എല്ലാ ഐറ്റംസും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് മോശമെന്ന് പറയാനൊന്നുമില്ല. അതെ വീട്ടിൽ വയ്ക്കുന്ന പോലെ തന്നെ വീട്ടിൽ വയ്ക്കുന്നതിനേക്കാൾ അതേ രുചിയല്ല, ഹോട്ടലുകളിൽ വയ്ക്കുന്നതിനേക്കാൾ രുചി കുറവായിട്ടുള്ളതില്ല. പക്ഷേ നമ്മളെ വീട്ടിൽ വയ്ക്കുന്നതിനേക്കാൾ ചമ്മന്തിയും ചീനിയും പുളിമുളക് രസവും മോരുകറിയൊക്കെ നല്ല രുചിയുണ്ട്, പുളിപ്പും ഒക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് എരിയുണ്ട്, ഉപ്പൊക്കെ തീരെ കുറവ് തന്നെ. ഇത് കൂടാതെ ഞങ്ങളൊരു ചൂര ഫ്രൈയും കൂടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു, അതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഈ കോമ്പോയ്ക്കകത്ത് വരുന്നതല്ല, അഡീഷണൽ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഒരു കാര്യം പറയാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ പായസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി പായസമുണ്ട്. കൊള്ളാം, കൊള്ളാം, നല്ല പായസം. ഇനി എന്തായാലും ഓർഡർ ചെയ്ത ചൂരയും കൂടെ നമുക്ക് നോക്കട്ടെ. അതെ, പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ചട്ടിച്ചോറ് തന്നെ, അവർ പേര് വേറെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും, നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഇത് ചട്ടിച്ചോറ് തന്നെ. ഇതിനകത്ത് എടുത്ത് പറയേണ്ടതായ ഒരു കാര്യം ഞാൻ പറയാം. പലയിടത്തും ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്, നമ്മുടെ ആലപ്പുഴ ഭാഗത്തും ഒക്കെ ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്, കൊല്ലത്തുമൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. ആ ഐറ്റംസിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാം ഒരു കൂട്ടാൻ പോലും നമുക്ക് മാറ്റി വെച്ച് കുറ്റം പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇന്നത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇന്നതിന് കുറേ ടേസ്റ്റ് കൂടുതലാണ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം നമ്മുടെ വീട്ടുകളിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണെന്ന് തന്നെ പറയും. ഇതിനകത്ത് അത്യാവശ്യം എല്ലാം നല്ല ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. ഒരെണ്ണം വാങ്ങിച്ചാൽ എല്ലാവർക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരാൾക്ക് യഥേഷ്ടം കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലാണ് സാധനം തരുന്നത്. ഈ ഒരു വലിയ ചട്ടി അത് നോക്കിയാൽ നമുക്കറിയാം. ഇത് നമ്മൾ കാണുന്നുള്ളത് വലിയ നല്ല വലിപ്പമുള്ളത്. ഇതിനകത്ത് അതാണ് ഞാനിത് പകുതിയോളം കഴിച്ചു. പകുതി കഴിച്ചിട്ട് ഇനി ഇത്രയും ഐറ്റംസ് ഇരിക്കുക. എന്തായാലും വരാൻ താല്പര്യമുള്ളവർക്ക് വരിക. ഞാൻ ലൊക്കേഷൻ കൂടെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. വരാൻ താല്പര്യമുള്ള ആൾക്കാർ വന്ന് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ അതിനകത്ത് രേഖപ്പെടുത്തിയാൽ മതി, അപ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്ളോഗ് ചെയ്യാനായിട്ടൊന്നും വന്നതല്ല. ഞങ്ങൾ അത്യാവശ്യത്തിന് നമ്മുടെ പാരിപ്പള്ളി വരെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരണമായിരുന്നു. അപ്പോൾ അന്ന കൂട്ടത്തിൽ ഉച്ചയ്ക്ക് ചോറുണ്ണാനും വേണ്ടി ഞങ്ങൾ കയറിയതാണ്. എന്നിട്ട് വന്ന വഴിക്ക് 1-2 കടകൾ ഞങ്ങൾ കയറുകയും ചെയ്തു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് താ ഞങ്ങൾ ചൂര ഫ്രൈ ഉണ്ട്. ഒന്ന് കഴിച്ചു നോക്കി ചൂര ഫ്രൈ. നല്ല ചൂട് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫ്രൈ എടുക്കാറില്ലല്ലോ. നല്ല മുരിഞ്ഞ് ചെയ്യും. കഴിച്ചു നോക്കി കഴിച്ചു. കറിവേപ്പിലയും മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ചിലർക്കൊന്നും
ഇത് കഴിഞ്ഞല്ലോ. ചട്ടിച്ചോറ് അപ്പുറമേ ബാക്കിയുള്ളൂ. എനിക്കിനി ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിനി ഇത്ര ഐറ്റംസ് ബാക്കി കിടക്കുക. ഓക്കെ, ഇതോടെ ഞാൻ കഴിക്കട്ടെ. കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ചട്ടിച്ചോറ് ഇന്ന് പോലെ കണ്ടു. ചട്ടിച്ചോറിലെല്ലാം പേര് പറഞ്ഞു. നാട്ടുകൂട്ടം കഴിച്ച പോലെ കണ്ടോ. എല്ലാം തീർന്നു, പായസം തീർന്നു. തിരിച്ച് ചീനി തൈര്. എനിക്ക് ഇതൊരുപാട് ലോഡായിപ്പോയി, ഹൈ ലോഡായിപ്പോയി. എന്തായാലും കുറേ ബാക്കിയുള്ളൂ. ഒരു ഈ സാധനം ഞാൻ പൊതുവേ പണ്ടേ എനിക്ക് കഴിക്കാറില്ല. ബീട്രൂട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ്, അത് ഞാൻ കഴിക്കാറില്ല. ചേർത്ത് കുളിച്ചൊരു പരുവായി. ഇപ്പോൾ ഒരു ഫാനിട്ടു. അവിടെ ഫിനിഷ് ചെയ്ത് ഒരു ശകലം കപ്പ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ കഴിച്ചിടത്ത് ഒരു ശകലം ചോറ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തു. മോര് ഇനി കുറച്ച് ബാക്കിയുണ്ട്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ പായസം ഞാൻ കുടിച്ചിട്ടില്ല. പായസത്തെ നല്ല അടിപൊളി പായസം, സേമിയ പായസം. ഇതേ ചൂട് കൂടുതലൊന്നും അല്ല. ഇവിടെ ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോഴേ ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഫാൻ ഓണാക്കി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ആർമാദിച്ചിട്ടുണ്ട് സംഭവം. എന്താ പറയുക, ഒരു നാട്ടുകൂട്ടം അല്ലെങ്കിൽ ഒരു ചട്ടിച്ചോറ് എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് നന്നായിട്ട് കഴിക്കാൻ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ, ആരോഗ്യമല്ല എന്താ പറയുക, കഴിക്കുന്നവർക്ക് സുന്ദരമായിട്ട് ഇന്ന് കഴിക്കാം. വേറെ ഒരു ഐറ്റം വാങ്ങിക്കണ്ട. ഞങ്ങളൊരു സ്പെഷ്യൽ വാങ്ങിച്ചു. ഒരു ചൂര ഫ്രൈയും കൂടെ ഞാൻ അഡീഷണൽ വാങ്ങിച്ചായിരുന്നു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ബാക്കി ഇതെല്ലാം കുഴപ്പമില്ല, സംഭവം സൂപ്പറല്ലേ. അപ്പോഴേ അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ചേച്ചിമാർ എന്നിട്ട് കഴിക്കുന്നത്. എന്താ പറഞ്ഞു, പഴങ്ങിയായിരുന്നു അല്ലേ? എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് ചേച്ചി? സൂപ്പർ. എന്താ വെള്ളം മാത്രമേ ഉള്ളൂ അല്ലേ? മികളോ അത് ശരി. എന്നാൽ ചേട്ടാ എങ്ങനെ സ്ഥിരമായിട്ട് വരുന്നതാണോ? ആദ്യമായിട്ട് വരുന്നത്. ഇങ്ങനെയുണ്ട്, നല്ല ഇതല്ലേ. എന്തൊക്കെ ഐറ്റംസ് അതിനകത്തുള്ളത് പഴഞ്ഞിക്കകത്ത്? ഈ പഴഞ്ഞിക്കകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? കപ്പ ഉണ്ട്, ഉണക്കമീൻ, പിന്നെ തൈര്, മോര്, പുളിശ്ശേരി, പിന്നെ പഴനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. ഉജ്ജമന്തി ചേച്ചി അവർ മറന്നുപോയത് ചേച്ചി ഓർമ്മിക്കുന്നു. പറഞ്ഞു ഉജ്ജമന്തി സൂപ്പറായിരുന്നു. ഉജ്ജമന്തി സൂപ്പറായിരുന്നു. ഇതാണ് നമ്മൾ കയറി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കാണുന്ന ഇതാണ് കടൽ തെക്കിനി. ഇതാണ് ഇവിടെ ഇഷ്ടംപോലെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. ആൾക്കാർ വന്നു തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് സംഭവം. അതായത് റോഡ് സൈഡാണ്. നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്ന അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കടൽ തെക്കിനി എന്ന് പറഞ്ഞ്. ഇവിടെ കുറേ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടോ? ലൊക്കേഷനല്ല, ഏരിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു ഹോട്ടലിൻ്റെ ലൊക്കേഷൻ കൂടെ ഞാൻ വീഡിയോയുടെ താഴെ ആഡ് ചെയ്തേക്കാം. ഓക്കെ.